ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? യുവർ ലൈഫ് ഈസ് ലിമിറ്റഡ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. സ്റ്റീവ് ജോബ്സിന്റെ കോട്ടാണ് അല്ലേ? നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ. അപ്പൊ നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ? അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ ബോൺ കെയർ ടിപ്സ് ആണ്. ഇത് കുറച്ച് വാസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പാർട്ട് ബൈ പാർട്ടായിട്ട് മൂവ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോ പോയിന്റ് വൈസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന്. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ അത് ഒന്നും മനസ്സിലാവുകയില്ല, അതൊരു ലോങ് വീഡിയോ ആയിപ്പോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ ന്യൂ ബോൺസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയും കൂടെ കൺസിഡർ ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് ടൈപ്പിൽ പുതിയ അസുഖങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് വലിയവർക്ക് പോലും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്ലൈമറ്റ് അല്ല അല്ലേ? എപ്പോഴാ തണുപ്പ് എപ്പോഴാ ചൂട് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇനി വന്നാൽ തന്നെ അതിന്റെയൊക്കെ എക്സ്ട്രീം ലെവലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളിൽ ഫസ്റ്റ് കെയർ ചെയ്യുമ്പോൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ. കുഞ്ഞുങ്ങൾക്ക് അണുബാധ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ആദ്യമായി തന്നെ ചെയ്യേണ്ടത് കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുക. അതായത് അമ്മയോ അച്ഛനോ ക്ലോസ് റിലേറ്റീവ്സ് മാത്രം എന്ത് ചെയ്യുക, കുഞ്ഞിനെ കൈകാര്യം ചെയ്യുക. ഈ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരിൽ ആർക്കെങ്കിലും ഫ്ലൂ, പനി, ചുമ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, കുഞ്ഞുമായിട്ടുള്ള കോണ്ടാക്ട് അത് മാറുന്നത് വരെ ഒന്ന് മാറ്റിവെക്കുക. അമ്മയ്ക്ക് എസ്പെഷ്യലി പറ്റില്ലായിരിക്കും, മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി അതല്ല, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും അല്ലേ? അപ്പൊ ഈ പോകുന്ന ആൾക്കാരോടാണ് എനിക്കിത് പറയാനുള്ളത്. നമുക്ക് അമ്മേനെയും കുഞ്ഞിനെയും കാണാൻ പോകും, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പെട്ടെന്ന് ഭൂമിയിലേക്ക് വന്ന ഈ ഒരു കുഞ്ഞിനെ നമ്മൾ പോയി കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് കുഞ്ഞിന് കൊണ്ട് കൊടുക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ചെല്ലുന്ന ആൾക്കാരെല്ലാം ഈ കുഞ്ഞിനെ എടുത്തേ പറ്റത്തുള്ളൂ എന്ന് വാശി പിടിക്കരുത്. കുഞ്ഞിനെ കാണാൻ പോയാൽ കുഞ്ഞിനെ കാണുക, അമ്മയോടും കുഞ്ഞിനോടും നല്ല വാക്കുകൾ പറയുക, നല്ല സംസാരം സംസാരിക്കുക. അല്ലാതെ കുഞ്ഞിന് വെയിറ്റ് കുറവാണ്, കുഞ്ഞെന്താ ഇങ്ങനെ ഇരിക്കുന്നേ, കുഞ്ഞെന്താ കറുത്തിരിക്കുന്നേ, അങ്ങനത്തെ കുത്തുവാക്കുകൾ പറയാതിരിക്കുക. അമ്മേനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കാതിരിക്കുക. അതിന് പകരം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, നല്ലൊരു അമ്മയാണ്, നീ സൂപ്പർ ആണ് എന്ന് പറഞ്ഞ് അവരെ പ്രൊമോട്ട് ചെയ്യുക. കുഞ്ഞിനെ എടുക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. കുഞ്ഞിനെ കണ്ടാൽ പോരെ, നമ്മൾ എടുത്തതിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? ജനിച്ച ഉടനെ പൊടി കുഞ്ഞല്ലേ അത്. പിന്നെ വിസിറ്റിംഗ് ടൈം കുറച്ചും കൂടി മാറ്റി വെക്കുക. ഒരു 10-20 ദിവസമൊക്കെ കഴിയുന്നത് വരെയെങ്കിലും മാക്സിമം വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് കുഞ്ഞിന് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എല്ലാവരും പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഹൈജീൻ ഒക്കെ നോക്കുക. അതായത് കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പ് കൃത്യമായി പോയി കൈയൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുക. പിന്നെ വീട്ടിൽ സിബ്ലിങ്സോ ആരെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങൾ കാണുമല്ലോ, അവർക്കൊക്കെ എപ്പോഴും നമ്മുടെ കുഞ്ഞിനെ എടുക്കണം, അത് അവരുടെ കുഞ്ഞാണല്ലോ, അപ്പൊ എടുക്കണം എന്നൊക്കെ ആഗ്രഹം കാണും. അങ്ങനെ ഉള്ളപ്പോഴൊക്കെ കുഞ്ഞുങ്ങളും നന്നായിട്ട്, കാര്യം കുഞ്ഞുങ്ങൾ പുറത്തൊക്കെ പോയി കളിക്കുന്ന ആൾക്കാരാണ്, മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകുന്നതാണ്. അപ്പൊ അവരും പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്ത് നീറ്റ് ആയിട്ട് വന്ന് സേഫ് ആയിട്ട് ഇരുത്തി ഒരു പില്ലോ ഒക്കെ വെച്ച് നമ്മുടെ ഗൈഡൻസിൽ മാത്രമേ അവർ കുഞ്ഞുങ്ങളെ നോക്കുന്നുള്ളൂ അല്ലെ കുഞ്ഞുങ്ങളെ എടുക്കുന്നുള്ളൂ എന്ന് മേക്ക് ഷുവർ ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ക്ലോത്തിങ്ങിനെ പറ്റിയിട്ടാണ്. അതായത് കുഞ്ഞിന് ധരിപ്പിക്കേണ്ട വസ്ത്രം. ഇപ്പം നമ്മുടെ ശരീരത്തിൽ, ഒരു അമ്മയുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ 37°C ആണെങ്കിൽ അത് പെട്ടെന്ന് ഭൂമിയിലോട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേന് അതിന്റെ പെട്ടെന്ന് ആ ടെമ്പറേച്ചറിൽ ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു താപനില കുഞ്ഞിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ നോർമലി ധരിക്കുന്ന ലെയറിനേക്കാൾ ഒരു ലെയറും കൂടെ കൂടുതൽ വസ്ത്രം എപ്പോഴും കുഞ്ഞിന് ധരിക്കേണ്ടതായിട്ട് വരും. അതുപോലെ കയ്യിൽ മിറ്റനോ കാലിൽ സോക്സോ ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞിന് ടവൽ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. പിന്നെ ഫാൻ ഇട്ടിട്ട് കുഞ്ഞിനെ ഇങ്ങനെ തുറന്നിട്ട് കുഞ്ഞിന്റെ ടെമ്പറേച്ചർ ഒക്കെ ലോ ആക്കി കളയുന്ന പ്രവൃത്തിയൊന്നും ആരും ചെയ്യരുത്. പിന്നെ നമുക്കറിയാലോ, ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചൂടായിട്ട് കാണപ്പെടാറുണ്ട്. അങ്ങനെ ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് പതുക്കെ കുറച്ച് ഒരു ക്ലോത്തിങ് ഒക്കെ മാറ്റി നമുക്ക് പെതുക്കെ ഇച്ചിരി കവറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചു കൊടുക്കാം. പക്ഷേ മേക്ക് ഷുവർ ചെയ്യുക കുഞ്ഞിന്റെ ടെമ്പറേച്ചർ ഓക്കെ ആണെന്ന്, അതൊരിക്കലും താന്നു പോകാനായിട്ട് അനുവദിക്കാതിരിക്കുക. അപ്പൊ ഇനി അടുത്ത ടോപ്പിക്കുകളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.